പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പച്ചക്കറികളൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കടുക് കീറിയത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിലിൽ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ്. ഒരു 10-15 അല്ലിയോളം ചെറിയ ഉള്ളിയും ഒരു 8-10ഓളം വെളുത്തുള്ളി ഞാനൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഞാനിതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി മുഴുവനായിട്ട് അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആ തക്കാളിയും നല്ലപോലെ തന്നെ വഴറ്റി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു മസാലപ്പൊടിയും ഈ ഒരു സാമ്പാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. ആ ഒരു പരുവത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 വിസിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും കുക്കറിൽ വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് എക്സ്ട്രാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാമ്പാർ എത്രത്തോളം ലൂസിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ സാമ്പാറൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു സാമ്പാർ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.